കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രശ്നം, അതായത് കളിക്കളത്തിൽ കുട്ടികൾ തമ്മിലുണ്ടായ വഴക്കിന്റെ പേരിൽ 11-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ നീക്കം നടത്തുന്നു എന്നതാണ് ആരോപണം. പ്രതിയായിട്ടുള്ള സുനിത അഫ്സലിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്നും ബാലനീതി വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും എസ്.പിക്ക് നൽകിയ പരാതിയിൽ കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു. അപ്പൊ ഇപ്പത്തെ അന്വേഷണം അവരെ അറസ്റ്റ് ചെയ്യാനോ അവരെ ചോദ്യം ചെയ്യാനോ അവരെ കണ്ടെത്താനോ ഈ സ്ഥലം നടന്ന സ്പോട്ട് വന്ന് ഒരു എഫ്ഐആർ എടുക്കാനോ ഇതിനൊന്നും പോലീസ് തയ്യാറായിട്ടില്ല. അവര് ജസ്റ്റ് ഇവിടം വരെ 2 പോലീസുകാർ വന്ന് ആ കൊച്ചിന്റെ ഒരു മൊഴിയും കാര്യങ്ങളും എടുത്ത് കൊച്ചു കുറേ പറയാത്ത കാര്യങ്ങളൊക്കെ അതിൽ എഴുതി പരിപാടിയും ചെയ്ത് കാര്യങ്ങളും ചെയ്ത് അവർ പോയി. എന്നിട്ട് ഒരു ദുർബലമായ 2 കേസ് ഇട്ടിട്ട് എഫ്ഐആർ എഴുതി എനിക്ക് തന്നു. അപ്പം നിലവിലെ ഈ പ്രതി അവരെ രക്ഷിച്ചെടുക്കാന്നുള്ള ഒരു ഇതായിരുന്നു അവരുടെ അജണ്ട. അത് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനത് എൻ്റെ തൃപ്തി എഫ്ഐആർ കിട്ടിയപ്പോൾ അഡ്വക്കറ്റിനെ കാണുകയും അപ്പോൾ ദുർബലമായ 2 കേസുകളാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും അതിൽ അപേക്ഷ എഴുതിയാണ് ഇപ്പോൾ ACPക്ക് കൊടുത്തേക്കണം. അപ്പോൾ ഇനി ACPയുടെ എന്താണ് ഇതെന്ന് അറിയാം. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചക്ക് മുമ്പ് ഇവരറിയാം എന്ന് പറയണം. അപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും നടപടി ഉണ്ടോയെന്ന് അപ്പോൾ അറിയുകയും ചെയ്യാം. ഇതുവരെയായിട്ടും ഈ പ്രതി ഇന്നലെ 3 മണിക്ക് വീണ്ടും ഈ സൈറ്റിലേക്ക് വന്ന് വീഡിയോ പിടിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും അവിടെ നടക്കുകയൊക്കെ നടപ്പുണ്ട്. അവരെ ഇതുവരെയായിട്ട് ചോദ്യം ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ഇതുവരെയായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല. ആ സ്ഥലം സന്ദർശിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കുട്ടിയെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു മർദ്ദനം തന്നെയായിരുന്നു ആ കുട്ടിക്ക്, 11 വയസ്സുകാരന് ഏൽക്കേണ്ടി വന്നത്. കുട്ടി ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും ഈ ക്രൂരത നടത്തിയ ഈ ഒരു മർദ്ദനം നടത്തിയ പ്രതിക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും നീക്കവും ഒക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആര്യ, കുട്ടികൾ തമ്മിൽ കളിക്കളങ്ങളിൽ പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അവർ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ മുതിർന്നവർ ഇടപെടാറില്ല, അല്ലെങ്കിൽ മുതിർന്നവർ ഇടപെടരുത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായത്. കുട്ടികൾ തമ്മിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഒരു കുട്ടി താഴെ വീഴുകയും ആ കുട്ടി നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. തുടർന്നാണ് അമ്മ സുനിത അഫ്സൽ ഒരു സ്കൂട്ടറിൽ സ്ഥലത്തെത്തുകയും ഈ 11 വയസ്സുകാരനായ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. എന്തായാലും ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ അങ്ങനെ തന്നെ CCTVയിൽ പതിഞ്ഞതുകൊണ്ടത് പുറത്തേക്ക് എത്തുകയും ചെയ്തു. വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്തു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ വേണ്ട രീതിയിലുള്ളൊരു കരുതൽ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ അബ്ദുൽ സലാം പരാതിയിൽ പറയുന്നത്. 3 വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. IPC 294, 323, 343 എന്നീ വകുപ്പുകളാണ്. ഇവയെല്ലാം ഈ താരതമ്യേന ദുർബലമായ വകുപ്പുകളും വേണമെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം നൽകി ഇവരെ വിട്ടയക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ്, അതായത് ബാലനീതി വകുപ്പുകൾ പോലും ഇതിൽ പെടുത്തിയിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, സ്കൂളിൽ അധ്യാപകർ കുട്ടികളിൽ തല്ലിയാൽ പോലും ഈ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അവർ റിമാൻഡിൽ വിടുന്നതടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും ക്രൂരമായി ഈ കുട്ടിയെ പൊതുസ്ഥലത്ത് വെച്ച് മർദ്ദിച്ചിട്ടും അതിന് പര്യാപ്തമായ ഒരു വകുപ്പുകളും ഈ കേസിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന് കൃത്യമായ പരാതി ഇക്കാര്യത്തിലുണ്ട്. അവർ ഇന്നലെ തന്നെ ACPയെ കണ്ട് പരാതി രേഖാമൂലം നൽകി കഴിഞ്ഞിരിക്കുന്നു. അടിയന്തരമായി ഈ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി ഇവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ വേണമെന്നാണ് പറയുന്നത്. എന്തായാലും സംഭവം നടന്ന് ഏതാണ്ട് 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും ഇതുവരെ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നതിനോ അല്ലെങ്കിൽ ആ പ്രതിയുടെ മൊഴിയെടുക്കുന്നതിനോ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും തയ്യാറായിട്ടില്ല. കേവലം ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്ന നടപടിക്രമം മാത്രമാണ് ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന് വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ നിലവിൽ ഉള്ളത്.